അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഓണത്തിന് ഒരു വെജിറ്റബിൾ റെസിപ്പി എന്തെങ്കിലും ഷെയർ ചെയ്യണമെന്ന് കുറച്ച് നാളായി വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട്. ഈ ഒരു രീതിയിൽ ആരെങ്കിലും ഉണ്ടാക്കിയതായിട്ട് ഞാൻ കണ്ടിട്ടുമില്ല, യൂട്യൂബിലൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് വെണ്ടയ്ക്ക കൊണ്ടുള്ള റെസിപ്പിയാണ്. 2 ടൈപ്പുള്ള റെസിപ്പി ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ ഇത് കുറച്ച് ചെറിയൊരു ഗ്രേവിയൊക്കെ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഇതാ പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഈ ഒരു വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചെറിയ ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റണം. ഇതിലുള്ള ആ ഒരു പശയെല്ലാം ഉണ്ടല്ലോ അത് പോയി കിട്ടിയാൽ മതി, അത്രയും വഴറ്റിയെടുക്കാം. അപ്പോൾ വെണ്ടയ്ക്ക ലൈറ്റായിട്ട് കളർ മാറുന്ന സമയത്ത് നമ്മളിത് കോരി മാറ്റാം. ഇനി ഇതേ പാനിലോട്ട് കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചിട്ട് നമ്മളിതിലേക്ക് കുറച്ച് മസാല ഇടാം. ഒരു ബേ ലീഫ്, പിന്നെ ഒരു പട്ട, 2 കറാമ്പൂ, പിന്നെ ഒരു ഏലക്ക, ഇത്രയും സാധനം ഇട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് സവാളയാണ് വേണ്ടത്. ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നല്ല ചെറുതാക്കി കട്ട് ചെയ്യണം. അപ്പോൾ സവാള വഴറ്റുന്ന ഈ സമയത്ത് തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഓരോ ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി പച്ചമുളകും കൂടി ചേർക്കാം. നമ്മളെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഞാനിവിടെ എന്തായാലും ഒരെണ്ണ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ അധികം ഷെയർ ചെയ്യുന്നത് വെജിറ്റബിൾ റെസിപ്പിയാണ് കേട്ടോ. അപ്പോഴാണ് എനിക്കിത് ഓർമ്മ വന്നത്. ഈ ഒരു റെസിപ്പിയും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ ഇതാ നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് തക്കാളിയാണ് കേട്ടോ. 2 തക്കാളി എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള 2 തക്കാളി നന്നായിട്ട് അരച്ചിട്ട് ഈ ഒരു സവാളയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, പിന്നെ മുളക് പൊടി ചേർക്കണം, അത് 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതുപോലെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് പിന്നെ നമ്മൾ ഇതിലോട്ട് ചെറിയ ജീരക പൗഡറാണ് ചേർത്തത്. ഇനി നമ്മൾക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. നല്ലോണം തിളച്ച് ആ എണ്ണയെല്ലാം ഒന്ന് തെളിയുന്നത് വരെ നമ്മൾക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അത് നല്ലോണം വറ്റിയിട്ടും വന്നിട്ടുണ്ട്, നല്ല കുറുകിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിലോട്ട് തൈരാണ് കേട്ടോ ചേർക്കുന്നത്. 1/2 കപ്പോളം തൈര് ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ്, നല്ല കട്ടിയായിട്ടുള്ള തൈര് ചേർത്തിട്ട് നമ്മളിത് ഉണ്ടാക്കുമ്പോൾ തൈരിന് അധികം പുളി പാടില്ല, ലൈറ്റ് ചെറിയ പുളിയുള്ള തൈരാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ഒരു കൂടുതൽ പുളി ഉണ്ടതെങ്കിൽ ഒരു 1/4 കപ്പ് എടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ തക്കാളിയൊക്കെ കുറച്ചിട്ട് ആ ഒരു രീതിയിൽ എടുത്താൽ മതി. അപ്പോൾ ഇതെന്തായാലും നന്നായി മിക്സാക്കിയ ശേഷം നമുക്കിതിലോട്ട് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ നന്നായിട്ട് മിക്സാക്കിയിട്ട് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മളിത് തിളപ്പിച്ചതിന് ശേഷം നമ്മളിത് തുറന്ന് നമ്മൾ വഴറ്റി വെച്ച വെണ്ടയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി വെണ്ടയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഒന്നും കൂടെ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വരെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ ആ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ ചിക്കൻ സ്റ്റോക്ക് അതിൽ 1 ക്യൂബ് ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നെ നന്നായി ഇളക്കിയെടുത്ത് അത് അലിയുന്നവരെ നമുക്കൊന്നുകൂടെ തിളപ്പിക്കാം. ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് ഇട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് ഒന്ന് കഴിച്ചു നോക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെ ഫ്ലേവർ ഇറങ്ങി വരുമ്പോൾ. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കാണ്. അപ്പോൾ അതായത് ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ തിളച്ച് അതിൻ്റെ ഫ്ലേവറെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്ത് പേരെന്ന് വെച്ചാൽ അറിയില്ല കേട്ടോ, നിങ്ങളൊരു പേര് സജസ്റ്റ് ചെയ്യണേ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയും റൈസിൻ്റെ കൂടെയും ഒക്കെ നല്ല ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കി നോക്ക്. അപ്പോൾ ഇതിന് നമ്മൾ കുറച്ചും കൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ആക്കാം കേട്ടോ. കൂടുതൽ ലൂസാക്കണ്ട, കുറച്ച് ഒരു സെമി ഗ്രേവി ആക്കിയിട്ട് തന്നെ എടുക്കണം. അപ്പോൾ ഇനി അടുത്ത നമുക്ക് റെസിപ്പി നോക്കാം. ഇനി ഒരു നാടൻ രീതിയിലുള്ള റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതാ കുറച്ച് കൂടുതൽ തന്നെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിതാ കടുകാണ് ചേർക്കുന്നത്. അതൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയൊരു സവാള ചെറുതായി കട്ട് ചെയ്തതാണ്. ഇനി നമ്മൾ ഈ വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തത്. നല്ലോണം പേസ്റ്റാക്കിയതാണ്. ഒന്ന് ചതച്ചിടുന്നതായിരിക്കും ഫ്ലേവർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായി വഴറ്റിയതിന് ശേഷം ഞാനിതിലോട്ട് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്തു, എരിവിന് ആവശ്യമുള്ള പച്ചമുളക്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കണം.
ചെറുതായി കട്ട് ചെയ്ത് തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നല്ലോണം വഴറ്റി ആ തക്കാളിയെല്ലാം ഒന്ന് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം നന്നായി വെന്ത് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടി നമുക്കിതൊന്ന് അടച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നല്ലോണം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്, തക്കാളിയൊക്കെ ഉടഞ്ഞ് കിട്ടണം. ഇനി നമ്മളിതിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് ചേർക്കുന്നത് കുറച്ച് സാമ്പാർ പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് 2 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഞാനിവിടെ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. സാമ്പാർ പൊടി ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി അത് നല്ലോണം ചൂടാക്കിയെടുക്കണം. ഇനി നമ്മളിതിലോട്ട് ചേർക്കുന്നത് ഒരു ചെറിയ പീസ് പുളിയാണ് കേട്ടോ. ഈ ഒരു വലുപ്പത്തിലുള്ള പുളി ചേർത്തിട്ടുണ്ട്. ഇനി ഇതും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ ആ പുളിയെല്ലാം നല്ലോണം അലിഞ്ഞ് കിട്ടുന്ന പോലെ അങ്ങനെ ആക്കണം. നമുക്കിതിലോട്ട് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ തന്നെ ഈ തക്കാളീൻ്റെ എല്ലാം വെള്ളമുണ്ട്, അതുതന്നെ മതിയാവും. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെണ്ടയ്ക്ക് ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാം നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി നമ്മളിതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല ഇതുവരെ. അപ്പോൾ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി, അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്ക വറവാണ് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും കഴിക്കാൻ പറ്റിയ നല്ല 2 റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കണം. അപ്പോൾ ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.